പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിനെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി കോൺഗ്രസ് നേതൃത്വം. എൽദോസിനെ രമേശ് ചെന്നിത്തല ഫോണിൽ വിളിച്ചു. ഇന്ന് നിലപാട് വ്യക്തമാക്കുമെന്ന് എൽദോസ് കുന്നപ്പള്ളിയിൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി മോഹവുമായി നടന്ന ജോസഫ് വാഴക്കനും അതൃപ്തിയിലാണ്. സിബി സി ജോസഫ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സിബി, ഈ അതൃപ്തി പരസ്യമാക്കുന്നവരെയൊക്കെ അനുനയിപ്പിച്ച് കൂടെ നിർത്തി പ്രചാരണത്തിൽ സജീവമാകാൻ തന്നെയാണ് UDF തീരുമാനം. UDF ക്യാമ്പിൽ നിന്നും അത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് പുറത്തേക്കും വരുന്നത്, അല്ലേ? തീർച്ചയായും വിനീഷ്, അത് തന്നെയാണ്. ഈ അതൃപ്തി പരസ്യമാക്കിയ എല്ലാവരെയും അനുനയിപ്പിക്കാനുള്ള നീക്കം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് UDFിന് ഏറ്റവും ശക്തി കേന്ദ്രമായ ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ അവിടെയാണ് പെരുമ്പാവൂരും വൈപ്പിലും കൊച്ചിയിലും ഒക്കെ വലിയ രീതിയിൽ വിമത ശബ്ദം ഉയരുന്നത്. പ്രത്യേകിച്ച് പെരുമ്പാവൂരിൽ എൽദോസ് പി കുന്നപ്പള്ളിൽ അദ്ദേഹം വിമതനായി മത്സരിക്കുമെന്ന് ഇന്നലെ തന്നെ ഒരു സൂചന നൽകി. ഇന്ന് നിലപാട് വ്യക്തമാക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും എൽദോസ് തന്റെ നിലപാട് പറഞ്ഞിട്ടില്ല. അതേസമയം തന്നെയാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ എൽദോസുമായി ഫോണിൽ സംസാരിക്കുകയും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരിക്കലും ഇത്തരത്തിൽ പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്ന ഒരു നടപടിയും സ്വീകരിക്കുന്നതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. കുന്നപ്പള്ളി മത്സരിക്കില്ല എന്ന് തന്നെയാണ് ചെന്നിത്തല പിന്നീട് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം സമയം തന്നെ ദീപ്തി മേരി വർഗീസ് കൊച്ചി സീറ്റ് മോഹിച്ചിരുന്നു. പക്ഷേ അവിടെ എറണാകുളത്തെ DCC അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസാണ് മത്സരിക്കുന്നത്. ദീപ്തി മേരി വർഗീസ് പാർട്ടിക്ക് കീഴടങ്ങിയെന്ന് നമുക്ക് പറയാം. കാരണം ദീപ്തി മേരി വർഗീസ് ഷിയാസിന് വോട്ട് ചോദിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മാത്രമല്ല ഇന്നിപ്പോൾ വൈകിട്ട് തൃക്കാക്കരയിൽ ഉമാ തോമസിന് വേണ്ടി അവർ പ്രചരണത്തിന് സജീവമായി സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നിരാശയില്ല, സീറ്റ് ലഭിക്കാത്തൊരു നിരാശയില്ല എന്നാണ് ദീപ്തി വർഗീസ് പറഞ്ഞത്. മാത്രമല്ല എല്ലാവർക്കും സീറ്റ് ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. സജീവമായി പ്രചാരണ രംഗത്തുണ്ടാകും. അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിനെയും അനുനയിപ്പിച്ച കൂടെ കൂട്ടാൻ തന്നെയാണ് UDFിന്റെ വിശിഷ്യ കോൺഗ്രസിന്റെ നീക്കം.